Hello friends, welcome back to being said. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് 9 കിടിലൻ വിന്റേജ് പ്രീസെറ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യമായിട്ടൊരു കാര്യം പറയാനുള്ളത് 3 മിനിറ്റ് വീഡിയോ ആണ്. ജസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക. പിന്നെ മുഴുവൻ കണ്ട ശേഷം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എല്ലാ പ്രീസെറ്റ്സിൻ്റെയും ഫിൽറ്റർ ഒന്ന് ജസ്റ്റ് പ്രീസെറ്റ്സിൻ്റെ എഫക്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ചിട്ട് വരാം. പെട്ടെന്ന് ഒന്ന് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കി പെട്ടെന്ന് വരാം 9 പ്രീസെറ്റ്സിൻ്റെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രീസെറ്റ് നോക്കാം. ഇതാണ് ഫസ്റ്റ് പ്രീസെറ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രീസെറ്റ് നോക്കാം. ഇതാണ് രണ്ടാമത്തെ പ്രീസെറ്റ്. ഇനി നമുക്ക് തേർഡ് പ്രീസെറ്റ് നോക്കാം. തേർഡ് പ്രീസെറ്റ്. ഇനി ഫോർത്ത് പ്രീസെറ്റ് നോക്കാം. ഇനി ഫിഫ്ത്ത് പ്രീസെറ്റ്. ഇനി സിക്സ്ത് പ്രീസെറ്റ്. ഇനി സെവൻത്ത് പ്രീസെറ്റ്. ഇതാണ് 8th പ്രീസെറ്റ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രീസെറ്റ് 9th പ്രീസെറ്റ് നമുക്ക് നോക്കാം. ഇനി നിങ്ങൾക്ക് നമ്മൾ 9 പ്രീസെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അറിയാത്തവർക്ക് വേണ്ടി എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് പാസ്വേഡ് അടിക്കേണ്ടതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞുതരാൻ പോവുകയാണ്. ഫയൽ ഡൗൺലോഡ് ചെയ്ത ശേഷം ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളെ ഫയൽ ഏത് ഫോൾഡറിലാണോ അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ ഫോൾഡറിലാണ് ഉള്ളത്. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ താഴെ മോർ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം എക്സ്ട്രാക്ട് ടു കറണ്ട് ഫോൾഡർ എന്ന് ക്ലിക്ക് ചെയ്യുക. എക്സ്ട്രാക്ട് ഫയൽസ് കാണാം. എക്സ്ട്രാക്ട് ടു കറണ്ട് ഫോൾഡർ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദിച്ചാൽ പാസ്വേഡ് വരുന്നതാണ്. പാസ്വേഡ് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പാസ്വേഡ് അടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് സ്ക്രീനിൽ കാണാൻ പറ്റും. 9486 അതാണ് പാസ്വേഡ്. 9486. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ZARchiver എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സെയിം പ്രോസസ്സ് എക്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം DNG ഫയലും XMP ഫയലും ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് DNG എങ്ങനെയാണെങ്കിൽ ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്യാമെന്ന് സിമ്പിളായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം DNG ഫയൽസ് ഇതാണ്. 9 DNG ഫയൽസ്, 9 പ്രീസെറ്റ്സ് ആണ് നമ്മളെ. ഇതുപോലെയാണ് നമ്മുടെ പ്രീസെറ്റ്സ് ഉണ്ടാവുക. ഇനി നമുക്കിത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് ലൈറ്റ് റൂമിലേക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി എല്ലാം സെലക്ട് ചെയ്യുക, സെലക്ട് ഓൾ ചെയ്യുക. എന്നിട്ട് സെലക്ട് ഓൾ ചെയ്തതിന് ശേഷം ആ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ടു ലൈറ്റ് റൂം, ആഡ് ടു LR എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റായിട്ട് ലൈറ്റ് റൂമിലേക്ക് ആഡ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.